പേര് ജോർജ്. ഈ വീഡിയോയിൽ ഡീൽ ചെയ്യുന്നത് സിബിലിനെ ഞാൻ എക്സ്പാൻഷനൊന്നും ബോധടല്ല. അതൊക്കെ വെറുതെ ഈ പഠിക്കുന്ന ഒരു തത്ത പോലെ പറയുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഈ സിബിൽ എന്ന് പറയുന്ന സംഭവം വരാമെന്നൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അത് അങ്ങ് അമേരിക്കയിലല്ല ഇങ്ങനെ വലിയ വികസിത രാജ്യങ്ങൾ നടപ്പിലാക്കിയാന്ന് പറയും. അപ്പം ഞാനൊരു ഫാക്ടറി വർക്ക് ചെയ്തതാണ്. അപ്പം ഞാൻ അവിടെ വർക്ക് ചെയ്തപ്പം ഞാൻ മനസ്സിലാക്കിയെന്ന് പറയുന്നത് ഇതുപോലെ ഇങ്ങനെ പല പല പുതിയ മാനേജ്മെൻറ്റ് സംഭവങ്ങളൊക്കെ കൊണ്ടുവരും. അതായത് TPM. അപ്പം അത് ചോദിച്ചാൽ പറയാം അത് നടത്തിയത് ജപ്പാനിൽ നടപ്പിലാക്കിയതാണ്. ജാപ്പനീസുകാർക്ക് എന്ത് ശമ്പളം കിട്ടുന്നുണ്ടെന്നാണ്. അത് അവിടുത്തെ ശമ്പളം കിട്ടൂല, പക്ഷെ അവിടെ നടപ്പിലാക്കിയതാണ്. അതുപോലെ തന്നെയാണ് ഈ സിബിലും വന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ അറിയില്ല, ഇതിൻ്റെ പാര ഒരിക്കലും ആർക്കും മനസ്സിലാവില്ല. ഇതിൻ്റെ എന്താ പറയുക, നമ്മുടെ നെഞ്ചത്തിനിട്ട് ഇപ്പോൾ കുറയുന്ന കുത്തുന്ന ഒരു പരിപാടിയാണ് ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15% ഇന്ത്യക്കാർക്കുള്ളൂ സ്ഥിരം വരുമാനം. ബാക്കിയൊക്കെ അസംഘടിത മേഖല കിടക്കുന്നവരാണ്. സങ്കടം തോന്നുന്നു പറയാൻ നേരത്ത് ഇത് ബിസിനസ് ഇരിക്കുന്നവർക്കാണ് ഭയങ്കര പാട്. കാര്യം അവർക്കെന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ന് പറയുന്ന നേരത്ത് ഈവൻ വട്ടിപ്പലിശയ്ക്ക് പോലും കാശ് കൊടുക്കാൻ ആളില്ല. അതിൻ്റെ പുറകിൽ കാശിൻ്റെ എപ്പോഴും ബിസിനസ് നടക്കണമെങ്കിൽ, എന്തെങ്കിലും ഒരു ബിസിനസ് മേളോട്ട് പോകണമെങ്കിൽ അത് കാശ് തന്നെ വേണം. അത് ലിക്വിഡ് കാശ് തന്നെ വേണം. ഇത് ഇപ്പം കുബേര എന്ന് പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു കേരളത്തിൽ കൊണ്ടുവന്ന്. അതും അവർക്ക് കൊടുക്കാൻ പേടിയാണ്. കാര്യം ഈ കൊടുക്കുന്നവർ ജയിലിൽ പോകും. ഈ വാങ്ങിച്ചവർ ഒറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവർ ജയിലിൽ പോകും. അതുകൂടെ അത് ക്ലോസ് ആയി. മുമ്പ് ഇങ്ങനെ വട്ടിക്കൊക്കെ തരുന്നവരുണ്ടായിരുന്നു. അപ്പം അവരിപ്പം വളരെ കാണാതായി. അത് മീൻസ് ആ പരിപാടി അത് നിർത്തിച്ചു. ഇനി ഇപ്പോൾ ഈ സിബിലെ കാര്യം തന്നെയാണ് നിർത്തി. ഇതിനകത്ത് ഇങ്ങനെ പോയിന്റ്സ് പരിപാടിയാണ്. ഈ പോയിന്റ്സ് എങ്ങനെയാണ്, അത് ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാമോ? ഈ ഒരു പോയിന്റ് എത്രയാണ്, അത് എന്തുമായിട്ടാണ് ബന്ധം, എങ്ങനെയാണ് ഈ പോയിന്റ് എങ്ങനെയാണ് ഇവർ അറൈവ് ചെയ്തത്, ഈ പോയിന്റ് എങ്ങനെയാണ് അറൈവ് ചെയ്തത്? പിന്നെ അത് പറയുന്ന നേരത്ത് ഇതൊരു സിബിലിന്റെ അത് ശരിക്കും പറഞ്ഞ ഒരു സ്വേച്ഛാധിപത്യമാണ്. പലവരും ഇത് കാരണം അവർക്ക് എന്ന് പറയുന്ന നേരത്ത് അവർക്ക് മറ്റേ ലോൺ എടുക്കണ്ടേ. ഈ സംഭവം എടുത്തു സിബിൽ എടുത്തു കഴിഞ്ഞാൽ ഈ 85 അസംഘടിത മേഖലയിലുള്ളവർക്ക് കിട്ടൂല. വേറൊരു കാര്യം എന്ന് പറയുന്നത് ബിസിനസ് എന്ന് പറയുന്നിടത്ത് അതിനൊരു വശമുണ്ട്. എപ്പോഴും കയറ്റവും ഇറക്കമൊക്കെ കാണും. അങ്ങനെയാണ്, അത് എല്ലാ ബിസിനസ്സിനും ബാധകമാണ്. അതുകൊണ്ടാണ് എന്നിട്ട് ഈ ബിസിനസ് എന്ന് പറയുന്നത് പലരും പല പരിപാടിയും ചെയ്യും. അതിന് വലിയ കമ്പനിക്കാർ പറയും വെർട്ടിക്കൽസ് എന്ന് പറയും. നമ്മൾ പറയുന്ന നേരത്ത് ഇപ്പം ഉദാഹരണം എന്ന് പറയുന്ന നേരത്ത് ഒരാളാണെങ്കിൽ മറ്റേ ഓവർസീസ് എഡ്യൂക്കേഷൻ, വിദേശത്ത് പഠിക്കുന്നതാണെങ്കിൽ അവർ പിന്നെ എന്താ പറയുക, അടുത്ത ഭാഷയും ചെയ്യും. കാര്യം ഏതെങ്കിലും മാസം ഏതെങ്കിലും ഒരെണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ മറ്റേതിൽ പഠിക്കാൻ വരുന്നതിൽ വന്ന് അത് നികത്തിപ്പോയിക്കോളും. അങ്ങനെ നഷ്ടം നികത്തിപ്പോയിക്കോളും. സിബില് വെച്ചിട്ട് എന്ന് പറയുന്ന നേരത്ത് ബാങ്കുകാർ ഒട്ടുമുക്കാലും ഒരു ബാങ്ക് മാനേജറും റിസ്ക് എടുക്കാറില്ല. ഇത് വെച്ചിട്ട് സംഭവം വെച്ചിട്ട് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റെഗുലറായിട്ട് വരുമാനം വരുന്നവർക്ക് നല്ല സ്വസ്ഥമായിട്ട് സുഖമായിട്ട് അവർക്ക് തലവേദന ഇല്ലാതെ അതിനുള്ള ഒരു ടൂളാണ്, വെറും ഒരു ടൂൾ. അത് മാത്രമാണ് സിബില്. മറ്റുള്ളവർ കിടന്ന് വലയാണ്. ഇതാണ് അതായത് അസംഘടിത മേഖലയിലുള്ളവർ പിന്നെ ബിസിനസ് ചെയ്തവരൊക്കെ കിടന്ന് വലയാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു. പേര് ജോർജ്. ഈ വീഡിയോയിൽ ഡീൽ ചെയ്യുന്നത് സിബിലിനെ ഞാൻ എക്സ്പാൻഷനൊന്നും ബോധടല്ല. അതൊക്കെ